KSU നേതാക്കളും KPCC നേതാക്കളും മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല വലിയൊരു കാര്യം ഊന്നിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയും സർക്കാരിന് രണ്ട് തട്ടിലായോ? ഞങ്ങളൊക്കെ പാർട്ടിയാണ്, പാർട്ടിയുടെ ഭാഗമായിട്ടാണ്. ഞാൻ KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് ഈ ഗവൺമെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറത്ത് വേറെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എക്കാലത്തും കേരളത്തിൽ കോൺഗ്രസിനെ അറിയാത്തവരാണോ നിങ്ങൾ? യൂത്ത് കോൺഗ്രസും KSUവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വതന്ത്രമായ ഒരു സ്വഭാവം മുൻകാലങ്ങളിൽ അവർക്കുണ്ട്. അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വരുമ്പോൾ ആ DYFI പോലെ SFI പോലെ ഒരു ഭരണവിലാസം സംഘടനകളാക്കി ഞങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ ഞങ്ങൾ ഒരിക്കലും കാണാറില്ല. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും, അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു പ്രശ്നം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു സ്വാതന്ത്ര്യം അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതാരായി കഴിഞ്ഞാൽ അല്ല, അത്തരം അതിർത്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവരത് പറയാം, ലീഡർഷിപ്പിനോട് പറയാം. അപ്പൊ ആ ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് അത് ഗൗരവമായിട്ട് എടുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിന്റെ പേരിൽ പരിധി വിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. അത് വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. അത്തരത്തിൽ ഉള്ള വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു സംസ്കാരം. അപ്പൊ അതല്ലാതെ അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും ആരും പോവാറില്ല. എക്കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് പുതുമയായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വിമർശനങ്ങളെ അതിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുക, അതിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. KPCC യോഗം അല്ല, KPCCക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും KPCCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നലെയാണ് KPCCയിൽ പ്രോഗ്രാം. ഇന്നലെ ശ്രീ CV പത്മനാഭൻ സാറുടെ 1ാം ചരമവാർഷിക ദിനമായിരുന്നു. വിപുലമായ അനുസ്മരണ സമ്മേളനം കാര്യമൊക്കെ KPCCയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ KPCCയുടെ പരിപാടി വളരെ നല്ല രീതിയിൽ നടക്കുന്നു. ഈ വരുന്ന 18ാം തീയതി ഉമ്മൻചാണ്ടി സാറിന്റെ അതുപോലെ തന്നെ ഓർമ്മ ദിനമാണ്. വളരെ വിപുലമായ രീതിയിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളിലും അതുപോലെ KPCC ആസ്ഥാനത്തൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. KPCCയുടെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഈ പ്രകടിപ്പിക്കുന്ന ആശങ്കയ്ക്ക് വല്ല കാര്യമില്ല. ഈ ഗവൺമെന്റ് വന്നിട്ട് 18ാം തീയതിക്ക് 2 മാസമേ ആവുന്നുള്ളൂ. അതല്ലാതെ വലിയ കാലതാരിക ആയിട്ടില്ല. അപ്പൊ അതിനകത്ത് ഗവൺമെന്റ് ചെയ്ത ഒട്ടനവധി നല്ല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ കാര്യമാണോ? കേരളത്തിൽ ഇന്ന് വരെ ഒരു ഗവൺമെന്റും ചെയ്യാത്ത എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഹൈലൈറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ജനങ്ങൾ അതിന്റെ കൂടെയാണ്. മറിച്ച് കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്, ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകൂടി അടിവരായിട്ട് പറയുന്നു, അതിന് പരിമിതിയുണ്ട്. CM ഇന്നലെ ഒരു ടാറ്റ ഗ്രൂപ്പിന്റെ പ്രോജക്ട് വരുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, ആ പ്രോജക്ട് എവിടെയായിരിക്കും വരുന്നത്? അല്ല, അതുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചർ കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ, കാര്യങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ. എവിടെയാണെന്ന് സ്ഥലമൊന്നും അറിയില്ല. അത്തരം കാര്യങ്ങൾ തീരുമാനമാവുന്നേ ഉള്ളൂ. ഭൂപ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇടുക്കിയിലെയും മറ്റും ഭൂപ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നമായിരുന്നു തന്നെ. രവീന്ദ്രൻ പട്ടയങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. അതിന് തീരുമാനങ്ങളായിട്ട് നിലവിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഞങ്ങൾ ഈ ഗവൺമെന്റിൽ മുഖ്യമന്ത്രി തന്നെ ബജറ്റിലും അതുപോലെ തന്നെ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലും ഒക്കെ പറഞ്ഞൊരു കാര്യം, നിലവിലുള്ള ഭൂപരിഷ്കരണം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സാമൂഹ്യ മുന്നേറ്റത്തിന് കാരണമായ ഒന്നാണ്. പക്ഷെ ഇന്ന് ദശാബ്ദങ്ങൾ കഴിഞ്ഞു, പല നിയമങ്ങളും അപ്രസക്തമായി കാലാനുസൃതമല്ല. അതുകൊണ്ട് കാലാനുസൃതമായി നമ്മുടെ നിയമങ്ങൾ, ഭൂമി സംബന്ധമായ നിയമങ്ങൾ നമുക്ക് പരിഷ്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കമ്മിറ്റിയെ വെച്ച്, എക്സ്പേർട്ട് വിദഗ്ധ സമിതിയെ വെച്ച് ഏതെല്ലാം നിയമങ്ങളാണ് നമുക്ക് കാലാനുസൃതമായി മാറ്റേണ്ടത്. ജനങ്ങൾക്ക് പട്ടയം നൽകുന്ന കാര്യത്തിൽ വർഷങ്ങളോളം താമസിച്ചിട്ടും പട്ടയം കിട്ടാത്ത സാഹചര്യം, അതിന് ഏത് നിയമമാണ് തടസ്സം? അതോടൊപ്പം തന്നെ നമുക്ക് ഭൂമി ലഭ്യത നമുക്ക് കുറവാണ്. നമുക്ക് പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കണം. അപ്പോൾ അതുമായി ഭൂമി പുതിയത് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാം കൂടിയുള്ള ഒരു പരിഷ്കരണ നിയമം 2 ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യും. ഭൂപരിഷ്കരണ നിയമം എല്ലാ രീതിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഈ ഭൂപരിഷ്കരണ നിയമം കൊണ്ട് ഗുണം കിട്ടിയവരാരും കാണില്ല. കേരളത്തിലെ ആദിവാസി മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഗുണം അവർക്ക് ലഭ്യമായിട്ടില്ല. SC വിഭാഗങ്ങൾക്ക് പോലും അതിന്റെ ഗുണം ലഭിച്ചിട്ടില്ല. അപ്പോൾ 2ാം ഭൂപരിഷ്കരണ നിയമം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഭൂമിയില്ലാത്ത സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെയെങ്കിലും ഭൂമി കണ്ടെത്തി കൊടുക്കാനുള്ള നടപടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അതൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും ഞങ്ങളുടെ ഭൂപരിഷ്കരണ നിയമം എന്നുള്ളത്. ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു കേരളത്തിലെ മിനറൽസ് ചെയ്തതിന്റെ ചട്ടം പൂർണ്ണമായും റദ്ദാക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പരിശോധിക്കട്ടെ. ഹൈക്കോടതി വിധിയുടെ പൂർണ്ണമായ രൂപം കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് വന്ന് നോക്കിയിട്ട് നമ്മൾ ആലോചിച്ചു.